എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്കെച്ച് അല്ലെങ്കിൽ ഒരു ആക്ഷൻ എങ്ങനെ നമുക്ക് വരയ്ക്കാം എന്നുള്ളതാണ്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഇങ്ങനെ ഓരോരോ വിഷയങ്ങളൊക്കെ ഇട്ട്, അതായത് ഇങ്ങനെയുള്ള ആക്ഷൻ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വിഷയങ്ങൾ എങ്ങനെ വരയ്ക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഏതൊരു ചിത്രം നമുക്കിതുപോലെ വരച്ചെടുക്കാൻ സാധിക്കും. അതിനുള്ള എളുപ്പവഴിയാണ് ഇവിടെ ആദ്യം തന്നെ കാണിക്കുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു പ്ലാൻ എന്തൊക്കെയാണ്, നമുക്ക് എങ്ങനെയൊക്കെ വരയ്ക്കണം എന്നുള്ള ഒരു ഐഡിയ ഇതുവഴി കിട്ടും. ഇങ്ങനെ കിട്ടുമ്പോഴാണ് നമുക്കൊരു കോൺഫിഡൻസ്, വരയ്ക്കാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് വ്യക്തമായിട്ട് വരച്ചു തീർക്കാൻ പറ്റും. ഇത് നിരന്തരമായിട്ട് ഈ ചാനൽ കാണുന്നൊരു വ്യക്തിക്ക് നല്ലൊരു ലെവലിൽ അവരുടെ ആ കഴിവിനെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ നിങ്ങളിത് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു സ്കെച്ച് തയ്യാറാക്കി കഴിഞ്ഞു. അതിന് ശേഷമാണ്, അതായത് ഒരു പ്ലാനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതിനുശേഷം നമുക്ക് ഇതുപോലെ ചാർക്കോൾ പെൻസിൽ കൊണ്ട് വരയ്ക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പേന കൊണ്ടോ ചാർക്കോൾ പെൻസിലോ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു തിരുത്തൽ നടക്കാത്തൊരു വിധത്തിൽ നമുക്ക് നമ്മുടെ കഴിവ് പരമാവധി അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് വരയ്ക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ടാവും. അതുകൊണ്ട് അത് എന്താണെന്ന് വെച്ചാൽ, പെൻസിൽ കൊണ്ടാകുമ്പോൾ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, പെൻസിൽ കൊണ്ടാകുമ്പോൾ നമുക്കത് മായ്ക്കാം എന്നുള്ളൊരു സൗകര്യം ഉള്ളത് കൊണ്ട് നമ്മുടെ ശ്രദ്ധ അത്രയധികം ഉണ്ടായിരിക്കില്ല. കാരണം നമുക്ക് തെറ്റിയാൽ അത് മായ്ക്കാം എന്നുള്ള ഒരു ഫാസിലിറ്റി അതിലുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കുറവായിട്ട് കാണുന്നത്. അതൊരു പ്ലസ് പോയിൻ്റായിട്ട് കാണാം. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് അതൊരു നെഗറ്റീവ് ടെൻഡൻസി ആയിരിക്കും. അത് താല്പര്യം നമ്മുടെ ആ ലെവലിനനുസരിച്ച് കൊണ്ടുവരാൻ സാധിക്കാത്തായിരിക്കും. നമ്മുടെ കഴിവിനെ ഒന്നുകൂടി കെയർഫുള്ളാക്കി എടുക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് പറയുന്നത് ചാർക്കോൾ സ്കെച്ച്, അതല്ലെങ്കിൽ പേന കൊണ്ട് ഉള്ള സ്കെച്ച് നമ്മളിതുപോലെ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഈ ആക്ഷന് ശരിക്കും പറയുകയാണെങ്കിൽ ആ ബോഡി ഷേപ്പ് അത് എങ്ങനെ വേണം എന്നുള്ള ആ ഒരു ഷേപ്പ് നമുക്ക് നല്ലൊരു ധാരണ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്കത് വരച്ചെടുക്കാം. അപ്പോൾ ഇതാണ് ഈ ചിത്രം നിരന്തരമായിട്ട് കാണുമെന്ന് പറയുന്നത്. കാരണം നമ്മളൊരു ചിത്രം വരച്ച് കഴിഞ്ഞ സാധനം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചിത്രം നമ്മൾ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് എങ്ങനെ എന്താണെന്നുള്ളൊരു ഐഡിയ കിട്ടില്ല. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് അത് ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും എന്നൊക്കെ, ആ രീതിയിലായിരിക്കും എന്നൊക്കെ നമ്മൾ കുറേ അനുമാനങ്ങൾ നമുക്കുണ്ടാവും. പക്ഷേ ഇതിങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ, നിരന്തരമായിട്ട് കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് നിങ്ങളുടെ ആ ഒരു ഐഡിയകൾ നടപ്പിലാക്കാൻ പറ്റും. അത് നല്ല രീതിയിൽ വരച്ചെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ഇത് കണ്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മൾ ആ ഒരു ഉദ്ദേശിക്കുന്നത്. ഇത് എങ്ങനെ വരയ്ക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ദിവസേന അല്ലെങ്കിൽ നമുക്ക് ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ഫ്രീ ടൈമിലൊക്കെ ഇരുന്നിട്ട് നല്ല ഒരു അന്തരീക്ഷം നമ്മൾ വരയ്ക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം, അതായത് മറ്റുള്ളവരുടെ ഡിസ്റ്റർബേഷൻ ഇല്ലാത്ത ഒരവസ്ഥ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇരുന്നിട്ട് വേണം നമുക്ക് സ്വസ്ഥമായിരുന്ന് വരയ്ക്കുക. അങ്ങനെ വരയ്ക്കുമ്പോൾ നമ്മുടെ ഐഡിയകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങും. ഒരുപക്ഷെ നിങ്ങൾക്ക് വരച്ചത് തെറ്റായാലും ശരി, അത് നന്നായിട്ടുണ്ടെങ്കിൽ തെറ്റായിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളതിൽ നിരാശപ്പെടേണ്ട കാര്യമില്ല. കാരണം നമ്മൾ പഠിക്കുകയാണ്, വരച്ച് പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്കൊരു ഫിഗർ വരയ്ക്കുക അല്ലെങ്കിൽ ഒരു പെയിൻറ്റിങ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ നമുക്കൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കത് വരച്ചെടുക്കാൻ സാധിക്കും. എന്തെങ്കിലും ഒരു ചിത്രം വരയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് നല്ലൊരു ധാരണ, ആ ചിത്രം നമ്മൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്നുള്ളത് മനസ്സിൽ നല്ലവണ്ണം ആ ദൃശ്യം നമ്മൾ കാണുകയാണെങ്കിൽ, മനസ്സിൽ വളരെയധികം പെയിൻറ്റിങ് ഒക്കെ മനസ്സിലാണ് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം. അപ്പോൾ അങ്ങനെ പെയിൻറ്റിങ് മനസ്സിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അത് പേപ്പറിൽ വരയ്ക്കുന്ന സമയത്ത് അധികം ചിന്തിക്കാനും അത് അങ്ങനെയായി നന്നാവും, ഇങ്ങനെയായി നന്നാവും, മോശമാവും എന്നുള്ള ചിന്തകൾ അധികം കുറയ്ക്കാൻ സാധിക്കും. അതോടൊപ്പം അതിൻ്റെ മനോഹാരിത
വളരെയധികം എന്താ പറയുക നല്ലൊരു ലെവലിൽ എത്തപ്പെടാനും സാധിക്കും അതിൻ്റെ ആ ഒരു പെയിൻറ്റിങ് രീതി. അതേമാതിരി തന്നെയാണ് ഇവിടെ നമ്മൾ സ്കെച്ച് ചെയ്യുമ്പോഴും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് അല്ലെങ്കിൽ അത് നേരത്തെ തന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് അതിൻ്റെ പ്ലാനിങ് ഒക്കെ ശരിയാക്കി വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഫിഗർ കറക്റ്റായിരിക്കും. ഒന്ന് ഇതിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഒരു ആക്ഷൻ ആണല്ലോ. ഇപ്പോൾ സ്റ്റോറി ബോർഡ് ആർട്ട് വരയ്ക്കുന്നവർക്കൊക്കെ അല്ലെങ്കിൽ ഇല്ലസ്ട്രേഷൻ വരയ്ക്കുന്നവർക്കൊക്കെ ഇത്തരത്തിലുള്ള ഒരു ആക്ഷൻ കാര്യങ്ങളൊക്കെ നല്ല ധാരണ ഉണ്ടെങ്കിൽ ആനിമേഷൻ കമ്പ്യൂട്ടറിൽ നമ്മളൊക്കെ ചെയ്യുമ്പോഴും ഇത്തരത്തിലുള്ള സ്കില്ല് വളർത്തിയെടുക്കുകയാണെങ്കിൽ വളരെ ലളിതമായിട്ട് അത് നമുക്കതിൽ ചെയ്തു തീർക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ആ പ്ലാനിങ് ഇതിൽ മെയിനായിട്ടുള്ളത് അല്ല, അതിൻ്റെ സ്കെച്ചിൻ്റെ മെയിനായിട്ടുള്ള ശ്രദ്ധിക്കാനുള്ള അതിൻ്റെ ആക്ഷനും പിന്നെ അതിൻ്റെ പേശി വളരെയധികം ശ്രദ്ധ ആവശ്യം. മസിൽസിൻ്റെയും പേശികളുടെ ആ പിടുത്തം അത് വരുമ്പോൾ മാത്രമാണ് അതിന് ഊർജ്ജത നമുക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഫിഗറിന് ഒരു ജീവനില്ലാത്തൊരു ഫിഗറായി മാറും. അപ്പോൾ ആ ഊർജ്ജത കിട്ടുന്നത് ഇവരുടെ മസിലിൻ്റെ ആ പിടുത്തം. ഇപ്പോൾ തച്ചോളി ഉദയനായാലും തച്ചോളി ചന്തുവായാലും ഇത്തരത്തിലുള്ള അഭ്യാസങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്കൊരു പ്രത്യേക ഒരു പരിഗണന നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ലെവലിൽ ഈ ഫിഗർ വരയ്ക്കുമ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ നോക്കി വരച്ചാലും ശരി, ഇത്തരത്തിലുള്ളൊരു ചിത്രം നിങ്ങൾ എവിടെയെങ്കിലും ഫോട്ടോഗ്രാഫ് നോക്കി വരച്ചാലും ശരി, അതല്ലെങ്കിൽ ശരി, എന്ത് തന്നെയായാലും നമ്മുടേതായ ഒരു കാഴ്ചപ്പാട് അതിൽ കൊണ്ടുവരികയാണെങ്കിൽ ആ പേശിപ്പെടുത്തും മസിലിൻ്റെ തള്ളച്ചൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് ആ ആക്ഷൻ അനുസരിച്ച് കൊണ്ടുവരുമ്പോൾ അതിന് വളരെയധികം ഊർജ്ജത ഉണ്ടാവും. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. നിരന്തരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നത് വഴി നിങ്ങൾക്ക് നല്ലൊരു ലെവലിൽ വരും എന്ന വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. താങ്ക് യു.